ഹേ ഓൾ, ഇനി നമ്മൾ YPT ആപ്പ്, അതായത് അതൊരു സ്റ്റഡി ടൈമറൊക്കെ വെക്കുന്നൊരു ആപ്പാണ്. അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ട്യൂട്ടോറിയലാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഓൺലൈനായി പഠിക്കുമ്പോഴൊക്കെ സ്റ്റഡി ഒന്ന് ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ ഈ ആപ്പ് ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മൾ YPT ആപ്പ് ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു പേജ്, ഹോം പേജ് പോലെ അപ്പിയർ ചെയ്യും. ഇത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത സബ്ജക്ട്സ് ആണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യൂ സബ്ജക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് സബ്ജക്റ്റ് കളർ അവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് കളറാണ് വേണ്ടതെന്ന് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ഹോം പേജിൽ അത് അപ്പിയർ ആവും. ഓക്കെ, ഇനി താഴെ ടു ഡു എന്നൊരു സംഭവം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് GOC 1 ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ GOC 1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എയ്തർ താഴെ കീബോർഡിൽ ഡൺ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ അത് വന്നോളും, അപ്പിയർ ആവും. ഓക്കെ, പിന്നെ ബോട്ടണിയിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുകൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ ബാക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതേപോലെ വന്നു. ഇനി നമ്മൾ ഹോം പേജിൽ പോയി നോക്കിയാൽ ആ ടു ഡു ലിസ്റ്റ് അവിടെ അപ്പിയർ ആവും. ഓക്കെ, ഇതേപോലെ കാണാം. ഇനി നമുക്കിത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ ഇല്ല. ഇപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഞാൻ പകുതിയാണ് പഠിച്ചത്. അപ്പോൾ ഹാഫ് ഡൺ എന്നിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അവിടെ വരും. ഇനി അത് വേണമെങ്കിൽ ഫുൾ ഡൺ ആക്കാം. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഡൺ എന്ന് കൊടുത്താൽ സർക്കിളിലും വരും. ഓക്കെ, പിന്നെ മുകളിലുള്ള 3 ലൈന് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലൗഡ് ആപ്സ്, അതായത് ഏതൊക്കെ ആപ്സാണ് നമ്മൾ പഠിക്കുന്ന ടൈമിൽ, ടൈമർ ഓൺ ആയ ടൈമിൽ ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്യാന്നുള്ളതിന് ആദ്യം സെറ്റിങ്സിൽ പെർമിഷൻ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാ ആപ്സിൻ്റെ ലിസ്റ്റും ഇവിടെ വരും. അതിൽ നമുക്ക് വേണ്ട ആപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സൈലം ആപ്പും അതേപോലെ യൂട്യൂബും ഇത് രണ്ടുമാണ് അലോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്സ് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ എയ്തർ യു ക്യാൻ സെർച്ച് ഓർ സ്ക്രോൾ ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ സൈലം ഞാൻ സെലക്ട് ചെയ്തു. ഇനി അടുത്തത് യൂട്യൂബ് ഞാനങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അതും സെലക്ട് ചെയ്തു. ജസ്റ്റ് ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ടോപ്പിൽ 2 ആപ്സാണ് കാണാം. ഏതൊക്കെയാണ്, സൈലം, യൂട്യൂബ്. ഇനി വീണ്ടും ഹോം പേജിലേക്ക് പോവുക. എന്നിട്ട് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത്, അതായത് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ വരും. പിന്നെ അലൗഡ് ആപ്സ് എന്ന് താഴെ ക്ലിക്ക് ചെയ്താൽ ഈ 2 ആപ്പും കാണാം. നമുക്ക് ഏതാ വേണ്ടിച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അപ്പോഴും ടൈമർ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ നമ്മളെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയതെന്ന് സ്റ്റാർട്ട് എന്നുള്ളിടത്ത് കാണാം. അപ്പോൾ 9:17 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫിനിഷ് എന്നുള്ളിടത്ത് എത്ര സമയത്താണ് നിർത്തിയതെന്ന് കാണിക്കും. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് സ്റ്റഡിങ് കാണിക്കാം. പിന്നെ അലൗഡ് ആപ്സ് എത്ര ടൈം യൂസ് ചെയ്തെന്ന് കാണാം. പിന്നെ ബാക്ക് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ കെമിസ്ട്രി 34 സെക്കൻഡ്സ് ഞാൻ പഠിച്ചത്, അതും ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പൊമഡോറോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. ആ മോഡിൽ എന്താണ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് 50 മിനിറ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ 50 മിനിറ്റ്സിനാക്കി. പിന്നെ ബ്രേക്ക് ടൈം എനിക്ക് 3 മിനിറ്റ്സ് മതി. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ കളർ നമുക്ക് തീം കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ അവിടെ ഒരു ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് യെല്ലോ കളറും ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കളർ ഇവിടെ കാണാം. ഇനി അവിടെ പോയിട്ട് തീം സെറ്റിങ്സ് നോക്കിയാൽ തീം കളർ നമുക്ക് മാറ്റാം. അത് ജസ്റ്റ് നമ്മൾ കസ്റ്റമൈസേഷനാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യുക. അതിപ്പോൾ ഇവിടെ കാണില്ല. പൊമഡോറോ മോഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സെലക്ട് ചെയ്ത ആ തീം കളർ കാണാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.